വായിച്ചിടുമ്പോൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു ഭക്തനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നെടുക്കാം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന്. നമുക്കെല്ലാവർക്കും ആ സ്റ്റോറി അറിയാവുന്നതുകൊണ്ട് സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ അധികം വായിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ആരംഭം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തുവാണ്? ഹല്ലേലൂയ. ഈ വിധവയായ സ്ത്രീ പറയാണ്, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ ഹല്ലേലൂയ യഹോവ ഭക്തൻ ആയിരുന്നുവെന്ന് നിനക്ക് അറിയാമല്ലോ. അപ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ. ഭക്തനായ ഒരു മനുഷ്യൻ അവിടെ മരിച്ചു പോവുകയാണ്. ഏലിശ അനേക പ്രോഫറ്റിക്കൽ സ്കൂളുകൾ നടത്തിയിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യെരിഹോവിൽ പ്രവാചകന്മാരെ ട്രെയിൻ ചെയ്യുന്നതായ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. അതുപോലെ ശമരിയിൽ പ്രവാചകന്മാരെ ട്രെയിൻ ചെയ്യുന്നതായ സ്കൂള് ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ. എന്നാൽ അങ്ങനെ ട്രെയിൻ ചെയ്ത കൂട്ടത്തിൽ ഹല്ലേലൂയ ഈ ഒരു ഭക്തനായ മനുഷ്യനും ഉണ്ടായിരുന്നു. അവന് പെട്ടെന്ന് മരിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ ഈ സഹോദരി ഭർത്താവ് നഷ്ടപ്പെട്ടതായ ആ വലിയ ദുഃഖം മാറിയിട്ടില്ല. ഇപ്പോഴെന്തുവാണ്? മറ്റൊരു കാര്യം കേൾക്കുകയാണ്. ഹല്ലേലൂയ. കടക്കാർ വന്ന് അവളുടെ 2 കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ പോകുന്നു. ഇതിന്റെ മധ്യത്തിൽ വിഷമിക്കുന്നതായ, കരയുന്നതായ, ഹല്ലേലൂയ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നതായ ഒരു വിധവയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഏലിശ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന്. അവിടെ ആവശ്യം അവൾ ഏലിശയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൾ, നിന്റെ വീട്ടില് എന്തുണ്ടെന്ന് ചോദിച്ചു, നിന്റെ കയ്യില് എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ ഏലിശ പറയാണ്, അയൽപക്കങ്ങളിലെല്ലാം പോയി വെറും പാത്രങ്ങൾ ഹല്ലേലൂയ എംറ്റി പാത്രങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അയൽപക്കത്തെല്ലാം പോയി ഇപ്പോൾ വെറും പാത്രങ്ങൾ കളക്ട് ചെയ്ത് മക്കളും അമ്മയും കൂടെ ഹല്ലേലൂയ ശേഖരിച്ചു. എന്നാൽ അതിനുശേഷം ഏലിശ പറയാണ്, അകത്ത് കടക്കുക, വാതിലടയ്ക്കുക, എന്നിട്ട് ആ ഉള്ള ഭരണിയിൽ അല്പം എണ്ണയുണ്ടല്ലോ അത് അങ്ങോട്ട് എംറ്റി പാത്രങ്ങളിലേക്ക് നീ ഒന്ന് പകരാനുമായിട്ട് പറയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പകരും തോറും എണ്ണ വർദ്ധിച്ചു വരികയാണ്. ഹല്ലേലൂയ. ഭക്തന്റെ ഭവനത്തിൽ ഹല്ലേലൂയ ഭക്തൻ പോയെങ്കിലും അത്ഭുതം നടക്കുകയാണ്. ഹല്ലേലൂയ. എണ്ണ അങ്ങോട്ട് പകർന്ന് ഹല്ലേലൂയ ആ പാത്രങ്ങളെല്ലാം ഇന്ന് നിറയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പാത്രം പോലും ശേഷിക്കാതെ ഹല്ലേലൂയ എണ്ണ നിറച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് പാത്രമില്ല. എണ്ണയുടെ ആ വർധനവ് ഇന്ന് നിന്നുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കൊന്ന് 1-2 കാര്യങ്ങൾ ആ ഭാഗത്ത് പഠിക്കുമ്പോൾ എന്നെ ചിന്തിച്ചതായ ഒരു ഭാഗം ഇതാണ്. ഇദ്ദേഹം ഒരു ദൈവ ഭക്തനായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, നീ ഭക്തനായി ജീവിച്ചാൽ നിന്റെ തലമുറയെ കൈവിടാത്തൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഒരു ഭക്തനായി ജീവിച്ചത് കൊണ്ട് ഹല്ലേലൂയ അവന്റെ തലമുറ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിച്ചില്ല. അവന്റെ വിധവയെ കർത്താവ് പോറ്റി. ഹല്ലേലൂയ. അവന്റെ ആ കുടുംബത്തെ കർത്താവ് നടത്തി. ഹല്ലേലൂയ. അവന്റെ ഹല്ലേലൂയ അവിടെ പട്ടിണി മാറ്റുക മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുള്ളത് കൊണ്ട് നീ മക്കളും ഉപജീവനം കഴിച്ച് കൊള്ളുക. ഹല്ലേലൂയ. ഇവിടെ ഒരു ശേഷിപ്പൂടെ അവിടെ കയ്യിൽ കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഏലിശ പറയാ, നീ കടം വീട്ടിട്ട് മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന ഏലിശ പറഞ്ഞില്ല. എന്നാൽ ഹല്ലേലൂയ ഇനിയും നീ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല, നിന്റെ കടം വീടും. അതുമാത്രമല്ല ശേഷിപ്പ് കൊണ്ട് നിനക്ക് ജീവിപ്പാൻ കഴിയുമെന്ന് പറയുന്നതായ ഏലിശയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ ഭക്തനെ മറന്നു പോകാത്തതായ ഒരു ദൈവത്തെ നമുക്ക് ഹല്ലേലൂയ ഈ സംഭവ കഥയിൽ നിന്ന് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു, ഞാനും നീയും ഒരു ഭക്തനായി ജീവിച്ചാല്, ഞാനും നീയും മരിച്ചു പോയാലും
ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ കർത്താവ് കൈവിടുകയില്ല, നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് കൈവിടുകയില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവരെ കരങ്ങളിൽ നിന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ഉറപ്പ്, അതാണ് എൻ്റെ നിന്റെയും ധൈര്യം. ഹല്ലേലൂയ. ഞാനും നീ എന്തുവാണ് ഈ ലോകം വിട്ടുപോയാലും, ഹല്ലേലൂയ, നീ ഒരു ഭക്തനായി, നീ ഒരു ഭക്തയായി, ഹല്ലേലൂയ, ക്രിസ്ത്യ ജീവിതം ചെയ്യുന്നുവെങ്കിൽ നിന്റെ തലമുറയെ കർത്താവ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കരങ്ങളടിച്ച് നമ്മൾ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഒരു കാര്യം, അവർക്ക് എണ്ണ കൊടുക്കുക മാത്രമല്ല അത് വർദ്ധിപ്പിച്ചു, അത് വിറ്റെന്തുവാണ് കടം വീടി ശേഷിപ്പ് ഉണ്ട്. എന്നാൽ ഒരു കാര്യം എന്തുവാണ്, അവളും അവിടെ മക്കളും ജീവിച്ചിരുന്നതായ ആ സ്ഥലത്ത് എന്തുവാണ് ഒരു വലിയ സാക്ഷ്യത്തിന് അവർ ഉടമയായി തീർന്നു. അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അതിനെ അവന്, നീ ചെന്ന് നിന്റെ അയൽപ്പക്കാരോടൊക്കെ എന്തുവാണ് വെറും പാത്രങ്ങളെ വായ്പ വാങ്ങുക, പാത്രങ്ങള് കുറവായിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ മക്കൾ പോയി പാത്രങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എന്തിനാ ഈ പാത്രങ്ങളെ വാങ്ങുന്നതെന്ന് തീർച്ചയായിട്ടും എന്തുവാണ് പിള്ളേരോട് ഹല്ലേലൂയ അയൽപക്കക്കാരൊക്കെ ചോദിച്ചു കാണും. അവർ പറഞ്ഞു കാണും, ഞങ്ങളുടെ വീട്ടിലെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഏലിശ എന്നാണ്, അമ്മ പറഞ്ഞു വിട്ടതാണ് പാത്രങ്ങളൊക്കെ എന്തുവാണ് കളക്ട് ചെയ്യുവാനായിട്ട്. എന്നാൽ ഹല്ലേലൂയ അത് അവർ കൊണ്ടുവന്ന് ഹല്ലേലൂയ ആ വീട്ടിലെന്തുവാണ് വാതിലടച്ച് ഹല്ലേലൂയ അമ്മയും മക്കളും കൂടെ പകരുന്നതായ അനുഭവം കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞായിരിക്കും ഒരു പാത്രങ്ങൾ തിരിച്ചു കൊടുത്തത്. അപ്പോൾ ഞങ്ങളുടെ പാത്രങ്ങള് ഹല്ലേലൂയ എല്ലാ എണ്ണ നിറച്ച് വെച്ചിരിക്കുകയാണ് എന്ന് ഈ അയൽപക്കക്കാരൊക്കെ ഞാൻ വിശ്വസിക്കുന്നു കേട്ട് കാണും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ. ഹല്ലേലൂയ. അവർ കേട്ടപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അവരുടെ വിശ്വാസം എന്തുവാണ് ആ നാട്ടിലൊക്കെ ഒന്ന് പരക്കുവാനിടയായി തീർന്നു. നമ്മുടെ വിശ്വാസം എന്തുവാണ്, ഹല്ലേലൂയ, നമ്മുടെ നാട്ടിലെ നമ്മൾ താമസിക്കുന്ന അയൽപക്കങ്ങളിലെ ഒക്കെ ഒന്ന് പരക്കണം. എത്രവരത് ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വീട്ടിൽ നടന്നതായ ഹല്ലേലൂയ ഈ സംഭവം ഹല്ലേലൂയ അയൽപക്കക്കാരായ പലരെയും തൊട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ എന്തുവാണ്, ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ ഭവനങ്ങളിലൊക്കെ ചിലത് ചെയ്യുമ്പോൾ, നമ്മൾ ചിലത് ചെയ്യുമ്പോൾ എന്തുവാണ്, ഹല്ലേലൂയ, ചിലരൊക്കെ അറിയുന്നുവെങ്കിൽ എന്തുവാണ് അതൊരു വലിയ സാക്ഷ്യമായി തീരും. അതവരെ തൊടുവാനായിട്ട് ഇടയായിത്തീരും. ഈ വിധവയുടെയും കുഞ്ഞുങ്ങളുടെയും സാക്ഷ്യം എന്തുവാണ്, ഹല്ലേലൂയ, പല അയൽപക്കക്കാരെ എന്തുവാണ് വലിയ പ്രസംഗം ചെയ്യുന്നതിൽ എന്തുവാണ് എഫക്റ്റീവായിട്ട് തൊട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല, നമ്മൾ അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന എന്തുവാണ്, ഹല്ലേലൂയ, അവൾ അവനെ വിട്ടുചെന്ന് തൻ്റെ മക്കളോട് കൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങൾ എന്തുവാണ് വച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. അപ്പോൾ എന്തുവാണ് ഈ അമ്മയും മക്കളും കൂടെ ചെയ്യുന്നത്, അമ്മ ഇങ്ങനെ പകർന്നൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് തീരുമ്പോൾ എന്തുവാണ് മോനെ ഏതെങ്കിലും ഒരു മോനെടുത്ത് കൊടുക്കും, അതിനകത്ത് പകരും, അതിനുശേഷം അതൊന്ന് മാറ്റി വെക്കും, വീണ്ടും എന്തുവാണ് ഇങ്ങനെ കൊടുക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ പിള്ളേരുടെയും വിശ്വാസം വർദ്ധിച്ചു കാണും. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എൻ്റെയും നിന്റെയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസം പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അത് നമ്മുടെ ഭവനങ്ങളിൽ എന്തുവാണ് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ അയൽപക്കത്തുള്ളവരുടെ വിശ്വാസം വർദ്ധിച്ചു. അത് മാത്രമല്ല, ഈ ഹല്ലേലൂയ കടക്കാരെ പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് വരുവാൻ പോവുകയാണ്. എന്നാൽ ഈ കുഞ്ഞുങ്ങളുടെ എന്തുവാണ് വിശ്വാസം വർദ്ധിക്കാനിടയായിത്തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ കുഞ്ഞുങ്ങൾ എന്തുവാണ് വിശ്വാസത്തിൽ വലിയ വീരന്മാരായി കാണും. ഹല്ലേലൂയ. അവർ ഇതുപോലൊരു സംഭവം കണ്ടിട്ടില്ല. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നതായ അത്ഭുതങ്ങളെ നമ്മുടെ തലമുറ യേശുവിന്റെ നാമത്തിൽ കാണട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരു കാര്യം ഞാൻ വീണ്ടും വിളിച്ചു പറയാണ്, നീ ഒരു ഭക്തനായി ജീവിക്കുന്നുവെങ്കിൽ നിന്റെ തലമുറയെ കർത്താവ് കൈവിടുകയില്ല. ഹല്ലേലൂയ. എൻ്റെ സാക്ഷ്യം അതാണ്. എൻ്റെ പിതാവും മാതാവും ഹല്ലേലൂയ സത്യത്തിൽ കർത്താവിനെ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു കുടുംബമാണ്. പ്രിയ രാജേഷ് ഇവിടെ ഇരിക്കുന്നു. ഞാൻ ഒന്നും കൂട്ടി പറയേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസവും എൻ്റെ പിതാവിനെ കുറിച്ച് ഹല്ലേലൂയ രാജേഷ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ
അച്ചായന് അല്ലെങ്കിൽ അപ്പച്ചന് ഒരു വ്യത്യസ്തനായിരുന്നു എന്ന് പറയാനിടയായി. ഞാനത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒരു ഭക്തനായിട്ട് എൻ്റെ അപ്പന് ജീവിച്ചതായ മനുഷ്യനാണ്. എന്നാൽ പ്രിയമുള്ളവരെ, സാധാരണക്കാരായി ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പുകഴ്ചയൊന്നും പറയുവാനില്ല. എന്നാൽ എൻ്റെ അപ്പൻ ഒരു ഭക്തനായി ജീവിച്ചതുകൊണ്ട് ഞങ്ങളുടെ ആ തലമുറ ദൈവം കൈവിട്ടില്ല. ഹല്ലേലൂയ. ഒന്ന് കാര്യങ്ങൾ നമ്മുടെ ഭക്തന്മാരായ നമ്മുടെ മാതാപിതാക്കളൊന്ന് സ്തോത്രം ചെയ്യാട്ടെ. ഹല്ലേലൂയ. ഞാനും നീയും ഇന്ന് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ചിലതൊക്കെ ഞാനും നീ നേടിയെടുത്തു കാണുമെന്ന് നിനക്ക് അഭിനന്ദിക്കുവാൻ കാണും, നിനക്ക് പറയുവാൻ കാണും. എന്നാൽ ഇതിന്റെ പിന്നിൽ ഭക്തിയോടെ ഹല്ലേലൂയ ജീവിച്ചതായ, ഭക്തിക്ക് വേണ്ടി വലിയ വില കൊടുത്തതായ ചില മാതാപിതാക്കൾ ഹല്ലേലൂയ ഇതിന്റെ പിന്നിൽ ഉണ്ടേ എന്നുള്ളതായ യാഥാർത്ഥ്യം ഒരിക്കലും ഞാൻ നീ മറന്നു പോകല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ ഓർത്തമ്മ കർത്താവിന് സ്തോത്രം ചെയ്യാൻ. പ്രിയമുള്ളവരെ, 111 സങ്കീർത്തനം അതിന്റെ 5 നമ്മൾ വായിക്കുന്നു, യഹോവ തന്റെ ഭക്തന്മാർക്ക് ആഹാരം കൊടുക്കുന്നു. അപ്പോഴേ തന്റെ ഭക്തന്മാരുടെ ഹല്ലേലൂയ പട്ടിണി മാറ്റുന്നവർ മാത്രമല്ല ദൈനംദിനം അവരുടെ അവർക്ക് വേണ്ടതായ ആഹാരം കൊടുക്കുന്നതായ കർത്താവാണ് നമ്മുടെ കർത്താവ്. 31 സങ്കീർത്തനം അതിന്റെ 19 വായിച്ചു. 31 സങ്കീർത്തനം അതിന്റെ 19 വാക്യം. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകും. ഇവിടെ പറയാണ്, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ നമ്മുടെ ദൈവത്തെ ഹല്ലേലൂയ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഭക്തന്മാരായി ജീവിക്കുന്നവർക്ക് വേണ്ടി സംഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നീ ഒന്നും സംഗ്രഹിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നീ ഭക്തിയോടെ ജീവിച്ചാൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് സംഗ്രഹിച്ചു കൊള്ളും. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, എന്നിട്ട് നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചത് നിന്റെ നന്മ എത്ര വലിയതാകുന്നുവെന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ 34 സങ്കീർത്തനം അതിന്റെ 9 നമ്മൾ വായിക്കുന്നു, അവിടുത്തെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. ഹല്ലേലൂയ. അനേകർ ഹല്ലേലൂയ മുട്ടോടെ ഹല്ലേലൂയ മുട്ട് വളരെ മുട്ട് ഹല്ലേലൂയ ഒത്തിരി വ്യഥ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ചലഞ്ചസ് കൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ നമുക്കും വ്യഥകളും ചലഞ്ചസും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് ദൈവത്തിനത് പറയുന്നത് പോലെ നമ്മുടെ യഹോവ ഹല്ലേലൂയ മുട്ടില്ലാതെ നമ്മളെ ഹല്ലേലൂയ നമ്മുടെ ഭാരങ്ങളൊക്കെ മാറ്റി, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നമ്മളെ വഴി നടത്തുന്ന കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാതെ. ഹല്ലേലൂയ. ഇവിടെ 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലെ ഭക്തനായ ഹല്ലേലൂയ പത്രോസ് ഒരു കാര്യം വിളിച്ചു പറയുന്നു. വായിച്ചാട്ടെ. 2:9. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും. അപ്പോഴേ കർത്താവ് മറ്റൊരു കാര്യം ഭക്തന്മാർക്ക് അവരുടെ ബുദ്ധിമുട്ട് മാറ്റുക മാത്രമല്ല, മുട്ടില്ലാതെ അവരെ ജീവിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കുന്നത് മാത്രമല്ല, ഇവിടെ പറയാണ് തന്റെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുന്നു. അപ്പോഴേ ഹല്ലേലൂയ ഭക്തന്മാരായി ജീവിച്ചു കഴിഞ്ഞാൽ ഏത് പരീക്ഷയിലൂടെ നീ കടന്നു പോയാലും നിനക്ക് വിടുതലുണ്ട്, നിന്നെ വിടുവിക്കും. ഒരു ഭക്തനെ കർത്താവ് വിടുവിക്കും. ഹല്ലേലൂയ. ദാനിയേൽ ഒരു ഭക്തനായിരുന്നു. സിംഹക്കുഴിയിലെ അവനെ എടുത്തെറിഞ്ഞാലും അവനെ അവിടുന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. ഭക്തന്മാരെ തക്ക സമയത്ത് വിടുവിക്കുന്നതായ ഒരു ദൈവമുണ്ട്. എബ്രായ ബാലന്മാരെ ഹല്ലേലൂയ തീച്ചൂളയിലെ എടുത്തെറിഞ്ഞു. എന്നാൽ ഭക്തിയോടെ ദൈവത്തിന് വേണ്ടി ജീവിച്ചതായ ആ ഹല്ലേലൂയ എബ്രായ ബാലന്മാരെ ദൈവം കൈവിട്ടില്ല. അവരെ ആ തീയുടെ തീച്ചൂളയിൽ നിന്ന് അവരെ വിടുവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ ജീവിതത്തിലെ ഭക്തി മുറുകെ പിടിച്ചതായ ഇയ്യോബിന്റെ ജീവിതത്തിൽ അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്ത് അവനെ ആ പരീക്ഷയിൽ നിന്ന് വിടുവിച്ച് ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ ആദ്യ സമയങ്ങളിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ നോഹയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നോഹയെ കുറിച്ച് ഹല്ലേലൂയ അവിടെ പറയുന്നത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വായിച്ചാട്ടെ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്
ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അപ്പോൾ എന്തുവാണ് ദൈവം പറഞ്ഞത് കേട്ടതായ ആ ഭക്തനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നോഹയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മലമണ്ടയ്ക്ക് ജീവിച്ച മനുഷ്യനാണ്. വെള്ളമൊന്നും പൊങ്ങുവാൻ വളരെ സാധ്യതയൊന്നുമില്ല. എന്നാൽ ദൈവത്തോടെ ഒരു ഭക്തിയിൽ എന്തുവാണ് അദ്ദേഹം ജീവിച്ചത് കൊണ്ട് ആ ഭക്തൻ എന്തുവാണ് ദൈവത്തിന്റെ ആലോചന കേട്ട് കഴിഞ്ഞപ്പോൾ എന്തുവാണ് ഹല്ലേലൂയ അവൻ ഭയഭക്തി പൂണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവം വെള്ളം പൊക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെള്ളം പൊക്കും. യെസ്, അവൻ മുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തുവാണ് ഇവിടെ മുക്കും. ഇവിടെ മലയാണെങ്കിലും ഹല്ലേലൂയ, ഇവിടെ ഹല്ലേലൂയ എൻ്റെ കർത്താവ് പറഞ്ഞതുപോലെ അവൻ ചെയ്യും എന്നെന്തുവാണ് വിശ്വസിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ എന്തുവാണ് അത് വിശ്വസിക്കുവാനായിട്ട് അവനെ എന്തുവാണ് പ്രേരിപ്പിച്ചത് എന്തുവാണ് ഭയഭക്തി പൂണ്ട്. അവൻ എന്തുവാണ് ദൈവത്തെ ഭയപ്പെടുകയാണ്. ഹല്ലേലൂയ, എൻ്റെ ദൈവം പറയുന്നത് നടക്കുമെന്നെന്തുവാണ് ഭയപ്പെട്ടുകൊണ്ട് എന്തുവാണ് അവൻ അങ്ങോട്ട് പെട്ടകം പണിയാൻ തുടങ്ങി. ഹല്ലേലൂയ, അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. 145 സങ്കീർത്തനം അതിന്റെ 19 വാക്യം ഒന്ന് വായിക്കാം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവന് സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കും. ഇന്ന് പോൽക്കാലം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം നിവർത്തിക്കുന്ന സാധിപ്പിക്കുന്ന കർത്താവ് ഇവിടെ ഉണ്ടെന്ന് വിശ്വസിച്ച് എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നീ ഒരു ഭക്തനാണെങ്കിൽ എന്തുവാണ് ഹല്ലേലൂയ ഇന്നല്ലെങ്കിൽ നാളെ ആ കാര്യം എന്തുവാണ് സാധിപ്പിക്കുന്ന കർത്താവ് ഇന്ന് പോൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു ഭക്തന്റെ ആഗ്രഹം എന്തുവാണ്? നമുക്കൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഹല്ലേലൂയ നീ ഒരു ഭക്തനായിരിക്കുന്നുവെങ്കിൽ എന്തുവാണ് സിൻസിയറായിട്ട് ദൈവത്തിന് വേണ്ടിയുള്ളതായ ദൈവത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ആലോചന പ്രകാരമുള്ളതായ ഒരു കാര്യമാണ് നിന്റെ ഹൃദയത്തിൽ എന്തുവാണ് ഹല്ലേലൂയ തിങ്ങി നിൽക്കുന്നതെങ്കിൽ, ഇടിച്ചു നിൽക്കുന്നതെങ്കിൽ എന്തുവാണ് ആ കാര്യത്തെ എന്തുവാണ് നീ ഒരു ഭക്തനാണെങ്കിൽ എന്തുവാണ് സാധിപ്പിക്കും. ഇന്ന് പൽക്കാലം ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ ദൈവക്കളോട് ഞാൻ വിളിച്ചു പറയാണ് ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ വിഷയങ്ങളുടെ മേലെ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് പ്രവർത്തിക്കാൻ പോവുകയാണ്. ഒന്ന് കരങ്ങൾ അടിച്ചൊന്ന് റിസീവ് ചെയ്താട്ടെ. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം, സമയം മുന്നോട്ട് വളരെ ശീഘ്രം പോകുന്നതുകൊണ്ട്. സഭാപ്രസംഗി 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരും എന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ഹല്ലേലൂയ. ശലോമോൻ പറയാണ്, ജ്ഞാനിയായ ശലോമോൻ പറയാണ് ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരാൻ പോകുന്നതല്ല വരുമായിരിക്കുന്നല്ല പറയുന്നത്. ഇവിടെ തീർത്തെന്തുവാണ് ഉറപ്പിച്ചെന്തുവാണ് ഹല്ലേലൂയ ശലോമോന് പറയാണ് ഞാൻ ഹല്ലേലൂയ എന്ന് നന്മ വരുമെന്ന് ഞാൻ തീർച്ചയായും എന്തുവാണ് അറിയുന്നു, നിശ്ചയമായി അറിയുന്നു. അപ്പോഴേ ഹല്ലേലൂയ ഭക്തന്മാർക്ക് നന്മ വരും. എത്ര പേര് വിശ്വസിക്കുന്നു? നീ ഒരു ഭക്തന് ആയി ജീവിച്ചു കഴിഞ്ഞാൽ എന്തുവാണ് ഹല്ലേലൂയ നീ നന്മയുടെ പുറകെ നീ പോകേണ്ട ആവശ്യമില്ല. നന്മ നിന്നെ തേടി വരും. ഈ ദിവസങ്ങളിൽ ചില നന്മകൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ തേടി വരുവാൻ പോവുകയാണ്. നീ വേറെ ഒന്നും ചെയ്യണ്ട. ഒരു ഭക്തനായി നീ ജീവിക്കുന്നുവെങ്കിൽ എന്തുവാണ് ചില നന്മകൾ ഭവനത്തിലേക്ക് വരുവാൻ പോവുകയാണ്. ചില നന്മകൾ കുടുംബങ്ങളിലേക്ക് വരുവാൻ പോവുകയാണ്. ചില നന്മകൾ എന്തുവാണ് വ്യക്തി ജീവിതങ്ങളിലേക്ക് വരുവാൻ പോവുകയാണ്. ചില നന്മകൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വരുവാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? കരങ്ങൾ നമ്മുടെ കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എന്നാൽ നമ്മൾ സഭാപ്രസംഗിയുടെ പുസ്തകം ഹല്ലേലൂയ അതിന്റെ 12-ാം അധ്യായം 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ. ശലോമോന് ഇവിടെ ഇങ്ങനെ പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഒരു ഭാഗം ഇങ്ങനെയാണ് ഹല്ലേലൂയ ശലോമോൻ എഴുതിയിരിക്കുന്ന 12:13. എല്ലാത്തിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ഇവിടെ ശലോമോന് അധ്യായം കൊണ്ട് തീരുകയാണ് സഭാപ്രസംഗിയുടെ പുസ്തകം. എന്നാൽ അത് കൺക്ലൂഡ് ചെയ്യുന്നതായ ഹല്ലേലൂയ എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ നമുക്കറിയാം ഭൂമിക്ക് മീതെയുള്ള അല്ലെങ്കിൽ ഹല്ലേലൂയ ആകാശത്തിന് കീഴിലുള്ളതായ സകലതിനെ എന്തുവാണ് ടേസ്റ്റ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയതായ ഹല്ലേലൂയ ജ്ഞാനിയായ ശലോമോൻ പറയാണ് ദ കൺക്ലൂഷൻ ഓഫ് ദ മാറ്റർ. എല്ലാറ്റിൻ്റെയും സാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാണ് ദൈവത്തെ ഭയപ്പെടുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ ഈ തലമുറയിൽ ഹല്ലേലൂയ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതായ ഒരു തലമുറയെ കർത്താവ് ഇവിടുന്ന് എഴുന്നേൽപ്പിക്കട്ടെ.
ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു നമ്മുടെ തലമുറകളെ കർത്താവ് ദൈവത്തെ ഭയപ്പെടുന്നതായ ഒരു തലമുറ എന്തുമാണ് നമ്മുടെ സഭയിൽ നിന്ന് എഴുന്നേൽക്കണം. നമ്മുടെ സഭയിൽ നിന്ന് എഴുന്നേൽക്കണം. എഞ്ചിനീയർമാരല്ല, ഡോക്ടേഴ്സ് അല്ല, ഹല്ലേലൂയ. ഇവിടുന്ന് എഴുന്നേൽക്കേണ്ടത് ഈ ദിവസങ്ങളിലെ ദൈവമക്കളായ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ചില ഭക്തന്മാരെ കർത്താവ് ഈ തലമുറയിൽ കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളുടെ സഭയിൽ നിന്നും എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ചില ഭക്തന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എൺപത്തിയാറാം സങ്കീർത്തനം അതിന്റെ 11 വാക്യം ഇങ്ങനെ പറയുന്നു, നിന്റെ നാമത്തെ ഭയപ്പെടുവാന് എന്റെ ഹൃദയത്തെ ഏകാഗ്രം ആക്കണമെന്ന്. ദാവീദിന്റെ നല്ലൊരു പ്രാർത്ഥനയാണ്. ഈ ദിവസങ്ങളിലെ ഒരു ഭക്തിയോടെ ജീവിക്കുവാനായിട്ട്, ഭക്തി മുറുകെ പിടിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രം ആക്കണമെന്ന് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇതുപോലെ കാലം കേട്ടപ്പെട്ടതായ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു ഭക്തിയുള്ളതായ ജീവിതം ചെയ്യുവാന്, ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവ്, ഇതുപോലെ കാലം ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചതിനെ ഞങ്ങൾ നന്ദി പറയുന്നു. അല്ലെങ്കിൽ ആരാധന ആഴങ്ങളിലേക്ക് ഇറങ്ങിയത് പോലെ കാലം കർത്താവ് അങ്ങ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചുവല്ല കർത്താവ്. ഹല്ലേലൂയ. അങ്ങയുടെ വചനം കർത്താവ് ഇന്ന് പോൽക്കാലം ഞങ്ങൾക്ക് അതിൻ്റെ വാതിൽ തുറന്നു തന്നു കർത്താവ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്ന് പോൽക്കാലം കർത്താവ് അങ്ങയുടെ വചനം കൊണ്ട് നിറച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ നിറയപ്പെട്ട വചനവുമായിട്ട് കർത്താവ് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇന്ന് പോൽക്കാലം മടങ്ങിപ്പോയി കർത്താവ് ഒരു ഭക്തിയുള്ളതായ ജീവിതം ചെയ്യുവാന് നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭക്തി കർത്താവ് മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവ് ദൈനംദിനം കർത്താവ് ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് ഭക്തന്മാരായി ജീവിപ്പാന് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും കർത്താവ് നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം അങ്ങോട് സംസാരിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ വചനത്തിന്റെ ശക്തിക്കായി ഞങ്ങളെ നന്ദി പറയുന്നു. വൈകിട്ട് നടക്കുന്ന യുവാസ പ്രാർത്ഥന നീ അനുഗ്രഹിക്കുമാറാകണമേ. ജനം കടന്നു വന്ന് വീണ്ടും കർത്താവ് അങ്ങ് ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും കർത്താവ് ഞങ്ങളെ വീണ്ടും നീ സഹായിച്ചാട്ടെ. എല്ലാ മാനുമുഖത്തും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങൾ ഇപ്പോൾ കല വഹിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ കൊടുത്തതായ കർത്താവ് എന്റെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കരങ്ങളിൽ സ്തോത്രം ചെയ്യട്ടെ.